നമ്മുടെ 29ാമത്തെ സദ്യയിൽ ദേവാലയത്തിലൂടെ കടന്നുകൊണ്ട് ആരാധിക്കുവാൻ ദൈവത്തെ ബന്ധപ്പെടുത്തുവാൻ അന്ന് വലിയ ഭക്തരുടെ ലോകത്ത് പിന്നെ ഭാഗത്തിലുടന്ന് ഈ സംഭവകരമായ ലോകത്ത് നമ്മളായിരുന്നു അമ്മയുടെ കാര്യത്തിൽ പുലർത്തി ചുറ്റുപാടുകളൊക്കെ കണ്ണുകൾ പഠിക്കുമ്പോൾ ആത്മാക്കളൊക്കെ കാണുന്നത് സങ്കടകരമായ അനുഭവങ്ങളിലൂടെയാണ് ഇന്ന് പ്രഭാതം കടന്നുപോയത്. എന്നാൽ നമ്മളോട് ദയ തോന്നി, കരുണ തോന്നി, ഒരു പകലിൻ്റെ എല്ലാ നന്മകളും അനുഭവിച്ചുകൊണ്ട് ആ നാഥൻ്റെ പൊന്മുഖത്തേക്ക് നോക്കി അപ്പാ പിതാവേ എന്ന് വിളിപ്പാൻ ജീവനുള്ള ദേശത്ത് നമുക്ക് തന്ന ആയുസ്സിന് ആരോഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഞാൻ ഹല്ലേലൂയ. ഇന്നിപ്പോൾ നൊയമ്പ് 50 ദിവസം ധ്യാനം. എന്താ? ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടേതായ ശരീരത്തിൽ അസ്വസ്ഥതകൾ വരുമ്പോൾ നമ്മൾ ആശുപത്രിയിൽ ചെന്ന് ആദ്യമേ ചെന്നിട്ട് നമ്മുടെ ബോഡി ചെക്കപ്പ് ചെയ്യും. എന്താണ് നമ്മുടെ ജഡത്തിൻ്റെ പോരാഴിക, എന്താ രോഗമെന്ന് മനസ്സിലാക്കി അതിന് തക്കതായ നിർദ്ദേശങ്ങൾ ഡോക്ടർ തരും. അതിനനുസരിച്ചുള്ള മരുന്നുകൾ നമ്മൾ കഴിക്കും. അപ്പോൾ നമ്മൾ ബലപ്പെടും. എന്നാൽ നമ്മൾ നൊയമ്പ് അതുപോലെ നമ്മുടെ ജഡവും ആത്മാവിൻ്റെയും ശക്തീകരണത്തിനാണ് ഈ നൊയമ്പ് ക്രമീകരണം. എവിടാണ് നമ്മുടെ വീഴ്ച, നമ്മുടെ ജീവിതത്തിൽ വന്ന പാളിച്ചകൾ, കുറവുകൾ എന്തെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ കുറവിനെ കണ്ടുപിടിച്ച് അത് നികത്തിക്കൊണ്ട് ദൈവമായി നിരപ്പ് പ്രാപിക്കുന്നതായിരിക്കും. ഇന്ന് നമ്മൾ 51-ാം സങ്കീർത്തനം, ദാവീദ് ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു. ആമേൻ. നാഥാൻ പ്രവാചകൻ പറഞ്ഞപ്പോൾ തകർന്നു പോയി. ദേവാലയത്തിൽ വന്ന് പറഞ്ഞു, ദൈവമേ ദൈവമേ, ഞാൻ നിന്നോട് തന്നെ പാപം ചെയ്തു. ഓരോ കൂടിവരവും ദൈവവുമായുള്ള ബന്ധം എവിടെ അറ്റുപോയി എന്ന് മനസ്സിലായിക്കൊണ്ട് നിരപ്പ് പ്രാപിച്ചുകൊണ്ട് പോകുന്നതായിരിക്കും. അല്ലാതെ ഉള്ള ഒരു കൂടിവരവും അനുഗ്രഹമായിരിക്കില്ല. അങ്ങനെയെങ്കിൽ ഈ സന്ധ്യയെങ്കിൽ പ്രിയമുള്ള ദൈവത്തിൻ്റെ പൈതലേ, സന്ധ്യാനമസ്കാരത്തിന് കടന്നു വരുന്നു, നൊയമ്പ് നോക്കുന്നു. ദൈവത്തിന് എൻ്റെ ദൈവമായിട്ടുള്ള തൃപ്തികരമായ നൊയമ്പാണോ എന്ന് എവിടെയാണ് പാഴ്ചകൾ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് ജീവിക്കാം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ നൊയമ്പിൻ്റെ 29 ദിവസമാകുമ്പോൾ പലവിധമായ ചിന്തകൾ നമ്മളെ വരുന്നു. 1-ാമത്തെ ദിവസം, ആമേൻ, ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ, നമ്മൾ ചിന്തിച്ചത് രൂപാന്തരത്തെക്കുറിച്ചാണ്. കനാവിലെ കല്യാണം. വളരെ സങ്കടകരമായ, വേദനകരമായ, നിന്ദയുടെ, ആമേൻ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വരാവുന്ന ഏറ്റവും പരിഹാസമായ വിധത്തിൽ ഒരനുഭവം ഒരു ഭവനത്ത് വളരെ സന്തോഷകരമായി തുടങ്ങിയതാണ്. ഏറെ നാളത്തെ ആഗ്രഹപ്രകാരം തൻ്റെ കുഞ്ഞിൻ്റെ വിവാഹം സന്തോഷകരമായി എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു. പക്ഷേങ്കിൽ അവസാന നിമിഷം വിലപ്പെട്ടത് ഇല്ല എന്ന് വന്നപ്പോൾ എൻ്റെ ചിന്തയിൽ ഇതൊക്കെ നമ്മളൊക്കെ അഭിമുഖീകരിച്ചിട്ടുള്ള കൂടി വന്നവർ പല അഭിപ്രായങ്ങൾ പറഞ്ഞു കാണും. അവൻ്റെ ബുദ്ധിമോശമല്ലേ, ഇത്രയും പേർ വിളിച്ച് കണക്ക് വേണ്ടി എല്ലാ അഭിപ്രായങ്ങൾ പറഞ്ഞു കാണും. എന്നാൽ ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ, യേശു ഇവിടെ കടന്നു വന്നു. ഹല്ലേലൂയ. വാക്ക് കേട്ട് അനുസരിച്ചപ്പോൾ അവിടെ രൂപാന്തരം, അവിടെ സമാധാനം, ആ പ്രശ്നത്തിന് പരിഹാരം കിട്ടിയതായി 1-ാം ദിവസം നമ്മൾ ചിന്തിച്ചു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. 2-ാമത്തെ ദിവസം നമ്മൾ കുഷ്ഠരോഗിയെ തൊട്ട്, സമൂഹത്ത് ആരുമായി ബന്ധമില്ലാത്ത, അകറ്റി നിർത്തിയിരുന്ന, അവൻ വരുമ്പോൾ റോഡിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു മനുഷ്യൻ എൻ്റെ യേശു ചെന്ന് തൊട്ടു. പ്രിയമുള്ളവരെ, നൊയമ്പ് മാറ്റി നിർത്തുന്നതല്ല, അകന്നു പോയതിനെ ചേർത്ത് പിടിക്കുന്നതായിരിക്കണം നമ്മുടെ കൂടിവരവ്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. 3-ാമത്തെ ദിവസം നമ്മൾ പക്ഷപാതക്കാരനെ കുറിച്ച്, ദേശത്ത് നിർജീവമായി പരസഹായമില്ലാതെ എഴുന്നേൽക്കുവാൻ നിർവാഹമില്ലാതെ കിടന്ന ഒരു മനുഷ്യൻ, 4 ചെറുപ്പക്കാർ യേശു കപർന്നഹൂമിലുണ്ട്, യേശുവിന് അവന് സൗഖ്യം കൊടുക്കും എന്ന് മനസ്സിലാക്കി
എടുത്തുകൊണ്ടുവന്ന് തടസ്സങ്ങൾ പലതുണ്ടായിട്ടും ഇറക്കി വെച്ചു. ആ പക്ഷവാതക്കാരന് സൗഖ്യം കൊടുത്തതായിട്ട് നമ്മൾ വായിക്കുന്നു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. കനാന്യ സ്ത്രീയുടെ മകൾക്ക് അവൾ വിളിച്ചപ്പോൾ അവിടുന്ന് സൗഖ്യം കൊടുത്തു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് സൗഖ്യതായ ശുശ്രൂഷയുടെ പൂനിയായ സ്ത്രീ. ദൈവത്തിന് മഹത്വം. യേശു ദേവാലയത്തിൽ നിന്ന് ഉപദേശിക്കുമ്പോൾ ഹല്ലേലൂയ 18 വർഷമായി മനുഷ്യ മുഖത്ത് നോക്കാൻ വയ്യാതെ നിലത്ത് മാത്രം നോക്കി പലരും പരിഹാസ വിധത്തിൽ ആ സ്ത്രീക്കൊരു പേര് കാണും, പക്ഷെ ആരും ആ പേര് വിളിക്കുകയില്ല. ഇപ്പോഴും നമ്മുടെ ഇടയിലൊക്കെ ഈ കൂനുള്ളവർ വളരെ കുറവാണ്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ വളരെ പലരെയും വളരെ കൂനിയും നടക്കുന്നവർ, അവർക്ക് കാണുന്ന കുഞ്ഞുങ്ങൾ വളരെ ഇന്നടുത്ത കൂനി പേരല്ല പറയുന്നത്. പരിഹാസം കൊണ്ട്, രോഗത്തിൻ്റെ അവസ്ഥ കൊണ്ട് വളരെ വേദനപ്പെട്ടിരുന്ന ആ സ്ത്രീ ഹല്ലേലൂയ എൻ്റെ തമ്പുരാൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നപ്പോൾ ആമേൻ അവളെ തൊട്ട് 18 വർഷമായിരുന്ന രോഗബന്ധനങ്ങളെ അഴിച്ചു എന്ന് നമ്മൾ കേട്ടു. ദൈവത്തിന് ധ്യാനിച്ചല്ലോ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ തമ്പുരാൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ സങ്കടത്തോടെ, വേദനയോടെ, ഭാരത്തോടെ അന്യപ്പെട്ടവരെ ചേർത്ത് പിടിപ്പിച്ച് അവരെ ആശ്വസിപ്പിക്കുന്ന ശുശ്രൂഷയായിരുന്നു. ആ ദൗത്യം തുടർന്ന് നമ്മളെ ഏൽപ്പിച്ചിരിക്കുക. ഈ ദിവസങ്ങളിൽ ആ ശുശ്രൂഷ തുടർച്ച നമ്മൾ എത്രത്തോളം നിവർത്തിക്കുന്നു എന്ന് ചിന്തിച്ചാൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ ശുശ്രൂഷയ്ക്കൊക്കെ അനുഗ്രഹമായി തീരും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതുകൊണ്ട് ഞാൻ ആ വിഷയത്തെക്കുറിച്ചല്ല, ഈ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായ ഒരു വിഷയമാണ് ഞാൻ അല്പനേരം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, നമ്മുടെ ബോഡി ചെക്കപ്പ് കഴിയുമ്പോൾ നമ്മുടെ രോഗത്തിന്, നമ്മുടെ ബലഹീനതയ്ക്ക് തക്കതായ ഗുളികൾ കുറിക്കും. എനിക്ക് 2-3 ഗുളിക സ്ഥിരം കഴിച്ചേ പറ്റൂ. ഒന്ന് ബ്ലഡ് കോട്ടാവാതിരിക്കാൻ, അത് ഡോക്ടർ കുറിച്ചതാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇതിനെയൊക്കെ നിയന്ത്രിക്കുവാൻ പറ്റിയതായ ഒരു ഗുളികയാണ് പ്രാർത്ഥന. ഒരു ദൈവ പൈതലിലൂടെ ഉറച്ചു നിൽക്കണമെങ്കിൽ, നിലനിൽക്കണമെങ്കിൽ പ്രാർത്ഥനയിൽ ജാഗ്രതരായിരിക്കണം. കർത്താവ് പറഞ്ഞു, ഉപവാസാലും പ്രാർത്ഥനയാലും അല്ലാതെ വ്യാധി ഒന്നും ഒഴിഞ്ഞു പോവുകയില്ല. അങ്ങനെയെങ്കിൽ നമുക്ക് പ്രാർത്ഥനയെക്കുറിച്ച് അല്പനേരം ചിന്തിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനായി ഞാൻ തിരഞ്ഞെടുത്ത വേദഭാഗം 55-ാം സങ്കീർത്തനം, അതിൻ്റെ 16-17 വാക്യങ്ങളാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാനോ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും, യഹോവ എന്നെ രക്ഷിക്കും. ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും. അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും. കണ്ണുകളടയ്ക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനാകുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവാം ദൈവമേ, ഈ പ്രദേശത്തിൻ്റെ വിഭിന്ന ഇടങ്ങളിലായിരുന്ന അടിയങ്ങൾ വിശുദ്ധ ദേവാലയത്തിൻ്റെ മധ്യത്തിലേക്ക് കടന്നു വന്ന് കർത്താവേ, ആ ഇരുന്നിടങ്ങളൊക്കെ ഞങ്ങളെ സൂക്ഷിച്ചു കരുതി. ആമേൻ. ഇന്നുവരെ ഞങ്ങളെ പരിപാലിച്ച ദൈവമാണ് കർത്താവേ. ഞങ്ങളുടെ അവസ്ഥ, ഞങ്ങളുടെ വേദന, ഞങ്ങളുടെ രോഗം, ഞങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ അങ്ങ് മാത്രം അറിയുന്നു കർത്താവേ. ഇന്ന് കടന്നു വന്ന പ്രിയമക്കൾ ആരെങ്കിലും വേദനയോട്, ഭാരത്തോട്, സൗഖ്യമില്ലാതെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഈ ശുശ്രൂഷ കഴിയുമ്പോൾ സൗഖ്യത്തോടെ, സമാധാനത്തോടെ പറഞ്ഞേക്കണമേ. അവിടുത്തെ മാറ്റമില്ലാത്ത തിരുവചനം വായിച്ചു കർത്താവെ. മനുഷ്യ രീതിയിൽ ജ്ഞാനമില്ല, എന്നാൽ വേണ്ടുന്ന ആലോചന സ്വർഗത്തിലെ ദൈവം തന്ന് അനുഗ്രഹിച്ച് കുഞ്ഞുങ്ങൾക്ക്, കടന്നു വന്ന മക്കൾക്ക് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണമേ. മഹത്വം അങ്ങേക്ക്, ഞങ്ങളുടെ കർത്താവും രക്ഷകനുമാകുന്ന യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ 55-ാം സങ്കീർത്തനം, അതിൻ്റെതായ ഈ സങ്കീർത്തനങ്ങളൊക്കെ എഴുതുവാൻ ചില സന്ദർഭങ്ങളും സാഹചര്യങ്ങളുമുണ്ട്. അതിനെയൊന്നും കുറിച്ച് ഈ ചെറിയ ജ്ഞാനത്തിൽ ഞാൻ വർണ്ണിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ജീവിതത്തിൻ്റെ കഷ്ടതയിൽ, വേദനയിൽ, ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയപ്പോൾ ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിലിരിക്കും. ഈ വിധത്തിലുള്ള സ്തോത്ര സ്തുതികളായ സങ്കീർത്തനമുണ്ട്. എന്നാൽ 55-ാം സങ്കീർത്തനം ഒരു മനുഷ്യ ജീവിതത്തിൽ അനുഭവിക്കാവുന്നതിൽ ഏറ്റവും വലിയ വേദനകരമായ ഒരു അനുഭവത്തിൽ കടന്നുപോയപ്പോൾ എഴുതിയതാണ്. തൻ്റെ 3ാമത്തെ പുത്രനായിരുന്ന അംശലോമിനെ കുറിച്ച് പറഞ്ഞാൽ
വളരെ സൗന്ദര്യമുള്ള ആമേൻ 4 അവരുടെ മുന്നിൽ നിന്ന് അവരിലൊക്കെയും ആരും ശ്രദ്ധിക്കുന്ന ബുദ്ധിമാനായ ആമേൻ സാമർഥ്യമുള്ള തൻ്റെ ഇടമുള്ള ഒരു ചെറുപ്പക്കാരൻ. ഒരു പിതാവ് ഏറ്റവും മോഹിച്ചു പോകും. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ സങ്കീർത്തനം എഴുതാനുള്ള പശ്ചാത്തലം മാത്രം അവൻ ഓർപ്പിക്കാം. 2 ശമൂവേലിന്റെ പുസ്തകം 15, 30, 31 വാക്യങ്ങൾ. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. തന്നെ ഈ മകൻ തൻ്റെ രാജാവിനെ നീക്കാതെ പിടിച്ചെടുക്കുവാൻ വേണ്ടി യെരുശലേമിലേക്ക് പട നയിക്കുന്നു എന്ന വാർത്ത കേട്ടു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. അതിനേക്കാൾ വരും ഈ വാർത്ത കേട്ടപ്പോൾ തന്നോടുകൂടി ആയിരുന്ന പടനായകൻ ഈ അബ്ശലോമിനോട് ചേർന്നു. ഈ രാജ്യത്തിൻ്റെ ഭരണങ്ങളും മറ്റും നിയന്ത്രിക്കുന്ന ബുദ്ധിജീവികളായ തന്ത്രശാലികൾ, ആ നേതൃത്വം കൊടുക്കുന്നവർ പിന്നിലുണ്ടാകും. ഈ പടനായകൻ്റെ ആലോചനയൊന്നും വൃഥാവാകില്ല. ഇദ്ദേഹവും ഈ അബ്ശലോമിൻ്റെ കൂടെ ഉണ്ട് എന്ന് കണ്ടപ്പോൾ ദാവീദ് തകർന്നു പോയി. അപ്പോഴെഴുതിയ സങ്കീർത്തനമാണ് 55-ാം സങ്കീർത്തനം. ഞാൻ ദീർഘിപ്പിച്ച സമയപരിധികൾ കൊണ്ട് ഞാൻ അതിനെ ദീർഘിപ്പിച്ച് പോകാൻ ആഗ്രഹിക്കുന്നില്ല. അവിടെ പറയാണ്, ദൈവമേ എൻ്റെ പ്രാർത്ഥന, 1-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഒന്ന് ശ്രദ്ധിക്കണമേ. പ്രാർത്ഥന ഒന്ന് ശ്രദ്ധിക്കണമേ. കർത്താവ് ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. 2-ാമത് പറയുന്നത്, ഞാൻ പൊറുതിയില്ലാതെ ഞരങ്ങുന്നു. ജീവിതത്തിൽ താൻ വളരെ ഞെരുക്കത്തിലും വേദനകരമായിരിക്കുന്ന അനുഭവത്തിലായിരിക്കുന്നു. 4-ും 5-ഉം പറയുന്നു, മരണഭീതി എൻ്റെ മേൽ വീണിരിക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 6-7 വാക്യങ്ങൾ വായിക്കുമ്പോൾ, പ്രാവിനുള്ളതുപോലെ എനിക്ക് ചിറകുണ്ടായിരുന്നെങ്കിൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അങ്ങനെ തുടർന്ന് നഗരത്തിൽ 9-ാം വാക്യം മുതൽ പറയുന്നത് നഗരത്തിലെ വളരെ പ്രശ്നങ്ങൾ നടക്കുന്നതിനെക്കുറിച്ചും. 15-ാമത്തെ വാക്യത്തിൽ ഒരു മനുഷ്യൻ പറയാണ്, മരണവാസങ്ങൾ എന്നെ ചുറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വേദനകരമായ ജീവിതത്തിൽ പ്രതിസന്ധികളായി നിറഞ്ഞിരിക്കുമ്പോൾ മാനുഷികമായ രീതിയിൽ ചിന്തിച്ചതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന പ്രാവിന് ഈ നശിച്ച ചുറ്റുപാടുകളിൽ നിന്ന് അനേകരിന്ന് ഒളിച്ചോടുന്നത് ആത്മഹത്യ, നാടുവിടൽ, മറ്റ് പലവിധമായ രോഗത്തിൽ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുന്നവരെ നമുക്ക് കാണാം. ആ വിധത്തിൽ പ്രാവിനുള്ളതുപോലെ ചിറകുണ്ടായിരുന്നു, ഈ അന്തരീക്ഷം എന്നൊക്കെ പറന്നുപോയി വിശ്രമിക്കാം എന്ന് ദാവീദും ചിന്തിച്ചു പോയി. അത് മാനുഷിക ചിന്തയാണ്, അതല്ല നമ്മുടെ വിഷയം. ഇത് മാനുഷിക ചിന്തയാണ്. എന്നാൽ ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. അതിൻ്റെ അവസാനം തീരുമാനത്തിൽ വരുന്നത്, ഞാനോ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും. ദൈവത്തിൻ്റെ പൈതലെ, ജീവിതത്തിൻ്റെ കഷ്ടതകൾ വരുമ്പോൾ, വേദനകൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ, ഹല്ലേലൂയ, ലോകം മാറി നിൽക്കും, പ്രതീക്ഷിക്കുന്നവർ മുഖം തിരിക്കും. ഹല്ലേലൂയ. എന്നാൽ മുഖം തിരിക്കാത്ത പ്രതീക്ഷകൾക്ക് ഉത്തരം തരുന്ന ഒരു ദൈവമുണ്ട്. അത് ദാവീദ് അനുഭവിച്ചറിഞ്ഞതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, ഞാനോ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും, അവൻ ഉത്തരമരുളും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് നാം ആയിരിക്കുന്ന ലോകം, ചുറ്റുപാടുകൾ, സാഹചര്യങ്ങൾ അപ്രതീക്ഷിതമായ പല പ്രശ്നങ്ങളുടെ മധ്യയിൽ കടന്നു പോവുകയാണ്. ഇതിനൊക്കെ പരിഹാരം ശാസ്ത്രത്തിന് കഴിയുകയില്ല. നിന്റെ വിദ്യാഭ്യാസത്തിനോ നിന്റെ സമ്പത്തിനോ നിന്റെ മറ്റു കഴിവുകൾക്കോ കഴിയുകയില്ല. എന്നാൽ ഇതിനെ നിയന്ത്രിക്കുവാൻ കഴിവുള്ളത് സ്വർഗത്തിലെ ദൈവത്തിന് മാത്രമാണ്. പ്രതികൂലങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ നിന്റെ മുഴങ്കാലുകൾ മടക്ക്. ദൈവം ഇന്ന് കാണുന്ന അവസ്ഥയ്ക്ക് മാറ്റം, ഭേദം വരുത്തും. പ്രിയമുള്ളവരെ, 2026 അനുഭവമായിരിക്കുകയല്ല, 2027 നാം ആയിരിക്കുന്ന കൂടി വരാൻ സാഹചര്യം അനുവദിക്കുന്നെങ്കിൽ അന്ന് ഓർത്തുകൊള്ളുക, ഇന്നത്തെ സാഹചര്യം, ചുറ്റുപാടുകൾ വളരെ വേദനകരമായി മാറിയിരിക്കുക. എന്നാൽ ഇതിൻ്റെ മധ്യത്തിൽ നമുക്ക് ജീവിക്കണമെങ്കിൽ, പിടിച്ചു നിൽക്കണമെങ്കിൽ പ്രാർത്ഥന. ദാവീദ് അനുഭവിച്ചതാ. ദാവീദ് പറഞ്ഞു, ഞാനോ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും. ഞാൻ കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും സങ്കടം ബോധിപ്പിച്ച് ഞാൻ ദൈവസന്നിധിയിൽ കരയും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ ഓടിച്ചു പോകട്ടെ സമയപരിധി കൊണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 2 വ്യക്തികളെ ഞാൻ പരിചയപ്പെടുത്താം. ഉൽപ്പത്തി പുസ്തകം 12-13 അധ്യായത്തിൽ അബ്രഹാം ദൈവത്തിന് വിളി കേട്ടിറങ്ങിയതാ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 13-ാം അധ്യായത്തിൽ വന്നപ്പോൾ സമ്പത്ത് വർദ്ധിച്ചു.
ഞങ്ങളൊക്കെ വളർന്ന കാലം ദാരിദ്ര്യത്തിൻ്റെതായ പ്രശ്നമായിരുന്നു. എങ്ങനെ കഴിയും, നാളെ എങ്ങനെ പോവും, നാളത്തെ കാര്യം ചിന്തിച്ച് ആകുല ചിന്തകളായിരിക്കുമ്പോൾ ഇന്ന് സമ്പത്ത് വർദ്ധിച്ചതിൻ്റെ പ്രശ്നമാണ്. ഇന്ന് പല സഹോദരങ്ങളും പല കുടുംബങ്ങളും തകരുന്നത് സമ്പത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ്. ഇവിടെയും സംഭവിച്ചു. അവരാട്ടുകളുടെ പ്രശ്നങ്ങളുണ്ടായി. എന്നെക്കാളും നിങ്ങൾക്കറിയാമല്ലോ, വിശദീകരിക്കുന്നില്ല. പ്രശ്നങ്ങളുണ്ടായപ്പോൾ അബ്രഹാം പിതാവ് പറഞ്ഞു, മോനെ, നമ്മൾ തമ്മിൽ സഹോദരങ്ങളാ, ഈ പ്രശ്നം വേണ്ട, ഇതാ ഒരു ദൈവം ഇതിൽ ചെയ്യേണ്ടുന്നത്. കല്ല് മാറിയതോ അതുകൊണ്ട് നീ ഇതേക്കുറിച്ചല്ല, നീ എങ്ങോട്ടാന്ന് വെച്ചാൽ പൊക്കോ, നിനക്ക് ആവശ്യമുള്ളത് എടുത്തു. നല്ല പിതാവ് പറഞ്ഞു. ലോത്ത്, നമ്മുടെ നാട്ടുവൈദ്യത്തിൽ ഒരു ചൊല്ലുണ്ട്, വൈദ്യം കൽപ്പിച്ചതും പാല് നമുക്ക് കഴിക്കാനുള്ളതും അതിൻ്റെ ഒരു ഉദാഹരണം പറയുന്ന പോലെ ലോത്ത് എന്താ ആഗ്രഹിച്ചു അതാണ് ഈ അബ്രഹാം പിതാവ് പറഞ്ഞു. ലോത്ത് ഈ അബ്രഹാമിനെ പിരിഞ്ഞ് കൂടാരം സൊദോമിലേക്ക് മാറ്റി അടിച്ചു എന്നാണ്. അവൻ്റെ കൂടാരം ചെന്നെത്തിയത് സ്വന്തം പട്ടണത്തിലാണ്. ലോകപ്രകാരം സമ്പത്തിൽ നേടാമെന്ന ഇതിൻ്റെ പരമാവധി എന്ത് അധികാരം കിട്ടാമോ അതത്രയും ലോത്തിനെ കുറിച്ച് പറയുമ്പോൾ അവൻ ദൈവത്തിന് മഹോത്സാഹം ഉണ്ടാകട്ടെ, പട്ടണവാതിക്കലിരിക്കുന്ന നല്ലൊരു ഉദ്യോഗസ്ഥനായി, നല്ല സുഭിക്ഷമായ ഒരു കുടുംബം. എന്നാൽ അബ്രഹാം പിതാവ് ഈ ലോത്ത് പിരിഞ്ഞു കഴിഞ്ഞപ്പോൾ തൻ്റെ കൂടാരം നീക്കി അടിച്ചെടുത്തൊക്കെയും ദൈവത്തെ ആരാധിക്കുവാൻ യാഗപീഠം പണിതു, ദൈവത്തെ ആരാധിച്ചു. അനുഗ്രഹമായ തലമുറകളെ നൽകി ഇന്നും ഭൂമിക്ക് അനുഗ്രഹമായിരിക്കുന്നത് ആ തലമുറയാണ്. എന്നാൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ സേവാസംഘത്തിന് പോകാൻ, കൂട്ടായ്മയ്ക്ക് പോകുവാൻ, പ്രാർത്ഥനയ്ക്ക് പോകുവാൻ സൗകര്യമെല്ലാം സമയം കണ്ടെത്താതെ തൻ്റെ കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ച പേര് പോലുമില്ലാത്ത ഒരമ്മച്ചിയുണ്ട്. അമ്മച്ചിയുടെ പേരെന്തുവാ? ലോത്തിൻ്റെ ഭാര്യ. വളരെയേറെ കഷ്ടപ്പെട്ടതാ. കുടുംബത്തിന് വേണ്ടി നല്ല അധ്വാനം, ഉറക്കമില്ല, ക്ഷീണമല്ല, ഒന്നിനുമില്ല. ആരാധന വേണ്ട, കൂട്ടായ്മ വേണ്ട, പ്രാർത്ഥന വേണ്ട, ഇതിനൊക്കെയും വെച്ചിട്ട് അതിനൊക്കെയും അധ്വാനിച്ച്. എന്നാൽ ദൈവത്തെ കൂടാതെ നീ എത്ര അധ്വാനിച്ചാലും നിലനിൽപ്പില്ല, നഷ്ടപ്പെട്ടു പോകും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. രാത്രിയിൽ ഓരോ സന്ധ്യങ്ങൾ വെളുപ്പിനെ വന്ന് പറഞ്ഞു, നീ പൊക്കളാൻ. കൈക്ക് പിടിച്ച് ഈ അമ്മച്ചി രണ്ട് പെമ്മക്കളെയും ഈ ലോത്തിനെയോട് നിറക്കുക. എത്രയോ പരമസങ്കടമാണ്, എത്രയോ സങ്കടകരമായ അനുഭവമാണ്. ദൈവത്തെ കൂടാതെ നല്ല ബുദ്ധിപരമായി അന്വേഷിച്ച് ആ ഭവനം തകർന്നു പോയതായി നമുക്ക് കാണാം. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. എന്നാൽ ജീവിതത്തിൻ്റെ കഷ്ടതകൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ ദൈവസനയിൽ മുഴംകാലുകൾ മടക്കുക ദൈവമക്കൾ നിലനിൽക്കുന്നതായി നമുക്ക് കാണാം. ദാനിയേലിൻ്റെ ജീവിതം പ്രാർത്ഥനാ ജീവിതമായിരുന്നു. കൂടെ പ്രവർത്തിക്കുന്ന തൻ്റെ സഹപാഠികൾ ഈ ദാനിയേലിൻ്റെ നന്മയുടെ അസൂയപ്പെട്ട് അവനെ നശിപ്പിക്കുന്നതിന് വേണ്ടി ഗൂഢാലോചന ചെയ്ത് രാജാവ് പോലും അറിയാതെ സിംഹക്കുഴിയിലിടുവാൻ കൽപ്പന പുറപ്പെടുവിച്ചു. ഈ കൽപ്പന ദാനിയേലും കണ്ടു. എന്നാൽ ഈ കൽപ്പനയെ നോക്കിയോ? ഈ കൽപ്പന എഴുതിയ ആളുകളെ ശപിക്കുവാനുമല്ല. അവൻ തൻ്റെ വീട്ടിലേക്ക് വന്ന് യെരുശലേമിലേക്കുള്ള കിളിവാതിലുകളെ തുറന്ന് തൻ്റെ മുഴങ്കാലുകൾ മടക്കി പതിവ് പോലെ. ദൈവത്തിൻ്റെ മക്കളെ, പ്രാർത്ഥനയ്ക്കുന്നൊരു പതിവുണ്ടോ? പതിവ് പോലെ മുഴങ്കാലം മടക്കി ദൈവത്തെ പാടി സ്തുതിച്ചു. അനുഗ്രഹമായി ശത്രുവിൻ്റെ മുമ്പിൽ മേശയൊരുക്കുന്നൊരു ദൈവം. പ്രാർത്ഥനാ ജീവിതം എങ്ങനെയുണ്ട്? അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ പത്രോസിനെ കാരാഗൃഹത്തിൽ പിടിച്ചിട്ട് രാത്രിയിൽ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ച്. പ്രാർത്ഥന ഇരുമ്പോടാമ്പലുകളെ തകർക്കുന്നതാ, ഏത് ശക്തിയും ഭേദിപ്പിക്കുന്നതാ. അതുകൊണ്ട് ഈ 2026 ധ്യാനലോകം കഴിയുമ്പോൾ ഒരു തീരുമാനമെടുക്കണം. ദാവീദൊരു തീരുമാനമെടുത്തു. ഈ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ, ഈ ജീവിത സാഹചര്യങ്ങളുടെ മധ്യത്തിൽ എന്തൊക്കെ വരട്ടെ, ഞാനോ ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കും. പ്രിയമുള്ള ദൈവം, ഇതിലെ നിൻ്റെ രോഗമായിരിക്കട്ടെ, സാമ്പത്തിക പ്രശ്നമായിരിക്കട്ടെ, നിൻ്റെ കുഞ്ഞിൻ്റെ ജീവിതത്തിൻ്റെ അപ്രതീക്ഷിതമായ പ്രശ്നങ്ങളാകട്ടെ, ഏത് പ്രശ്നങ്ങളാകട്ടെ, ദൈവസന്നിധിയിൽ കാലുമടക്കുക. ഒരു സാക്ഷ്യം പറഞ്ഞതുകൊണ്ട് ഞാൻ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ മൂത്തമോൻ വിനു വളരെ മിടുക്കനാണ്.
അന്നത്തെ സാഹചര്യം കൊണ്ട് അവനെ തുടർന്ന് പഠിപ്പിക്കുവാൻ അന്നത്തെ അധ്യാപകർ പറഞ്ഞു കുഞ്ഞിനെ എഞ്ചിനീയറിന് വിടണം ഒക്കെ പറഞ്ഞതാണ്. വളരെ അവസ്ഥ മോശമായതുകൊണ്ട് ഹയർ സെക്കൻഡറി പാസ്സായി. പള്ളിയിലൊക്കെ കൊയറിനും ആക്റ്റീവായി വളരെ കൂട്ടുകെട്ടായി. ദേശത്തെ കല്യാണത്തിനൊക്കെ പാടാനും വളരെ മിടുക്കനായി ഇങ്ങനെ പോകുമ്പോൾ ദൈവത്തിന് നന്ദിയോട് ഒരു ടാപ്പിങ് കത്തിക്കൊണ്ട് നടന്ന ഞാൻ ആകെ പ്രതീക്ഷയാണ്. അവൻ്റെ ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഒരു കാലം ഓണത്തിന് മരങ്ങാട് ഭാഗത്ത് ഓണപ്പരിപാടി കഴിഞ്ഞപ്പോൾ ദൈവത്തിന് മഹത്വം ഇവർ കൂട്ടുകാരെ കൊണ്ടു അവിടെ ചെന്ന് അവിടുത്തെ ഓച്ചക്കാലയിൽ RSSൽ പ്രവർത്തിക്കുന്നൊരു ചെറുക്കനെയും കിഴക്കേക്കണ്ണൂർ അവൻ്റെ കൂട്ടുകാരാ പൊടിയൻ്റെ മോനെയും അടിച്ച് നെറ്റി പൊട്ടിച്ച് രക്തം ഒലിപ്പിച്ച് വളരെ പ്രശ്നമായി. ദേശം അല്ലാതെ ആയി വളരെ പ്രതികൂലങ്ങളായി. അപ്പോൾ നമ്മുടെ കൂടെ പ്രാർത്ഥിക്കുന്ന സഹ പ്രാർത്ഥനക്കാർ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ വേദപുസ്തകം ഉപവാസ പ്രാർത്ഥനയൊക്കെ നടത്തുന്നത് ഞാനാണ്. കണ്ണുനീരോടെ പ്രാർത്ഥന നടത്തി ഒരു 10, 50, 60 പേര് കൂടി വരുന്ന കൂട്ടായ്മയാണ്. വരുമ്പോൾ കൂടെ പ്രാർത്ഥിക്കുന്ന എല്ലാവരും ഇല്ല കേട്ടോ. ആത്മാവ് നല്ലതുപോലുള്ള ചില സഹോദരിമാർ അവൻ പുസ്തകം കൊണ്ട് നടക്കുക. അവൻ്റെ മോൻ ദാൻ്റെ ഇന്നടുത്ത പ്രശ്നം ലജ്ഞ. ആദ്യമേ ഞാൻ ഓർപ്പിച്ചതുപോലെ ആ കനാവിലെ കല്യാണ വീട്ടിലെ ആ ദൈവത്തിൻ്റെ ആ ദാസൻ ആ കുടുംബം അനുഭവിച്ചതുപോലെ വേദനകരമായ ഒരു അനുഭവം സങ്കടത്തോടാണ്. കർത്താവേ ദൈവത്തിന് സ്തോത്രം. സെപ്റ്റംബർ മാസത്തിലെ ഹല്ലേലൂയ ഞാൻ തകർന്നൊരു നിമിഷമാണ്. എൻ്റെ പ്രതീക്ഷയാണ് ഉടഞ്ഞു പോകുന്നത്. ഹല്ലേലൂയ ആമേൻ. ഞാൻ മുഴങ്കാലുകളെ മടക്കി ദൈവസന്നിധിയിൽ കണ്ണുനീരോട് പ്രാർത്ഥിച്ചു. എൻ്റെ ദൈവം ഞാൻ ദീർഘിക്കുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ ഹല്ലേലൂയ ആമേൻ. ജാനുവരി മാസത്തിൽ എൻ്റെ ദൈവം സ്വർഗത്തിൽ നിന്നിറങ്ങി എങ്ങനെയാണെന്ന് അറിയത്തില്ല. ആമേൻ. സവിത പ്രദേശത്ത് അവൻ ചെന്നു. ഹല്ലേലൂയ. 3-ാമത്തെ മാസത്തിൽ ഹല്ലേലൂയ അവൻ്റെ സാക്ഷ്യമായി ഒരു കാസറ്റ് അന്ന് നമ്മുടെ അച്ഛൻ്റെ അച്ഛനായിരുന്നു ഇവിടെ. അവരാണ് ജോർജ് കൊച്ചമ്മയും കൂടെ കാസറ്റ് കേട്ടിട്ട് കരഞ്ഞുപോയി. ജെയിംസ് ആണോ ഈ സാക്ഷി എഴുതിയ? ദൈവത്തിൻ്റെ മക്കളെ കണ്ണുനീരിനെ മറക്കുകയില്ല. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. നിന്റെ കണ്ണുനീർ തുടയ്ക്കുവാൻ ലോകത്ത് മനുഷ്യനിലായിരിക്കുമ്പോൾ നിന്റെ കണ്ണുനീരെ തുടയ്ക്കുവാൻ നിന്റെ ദൈവം മതിയായതാണ്. എൻ്റെ കണ്ണുനീര് തുടച്ചതാ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നും അവൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ എന്തുണ്ടാകുന്നതിന് മുമ്പേ മറ്റാരോടും പറയല, ചാച്ചാ ഇന്നതാണ് പ്രശ്നം, പ്രാർത്ഥിക്കണം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അവൻ ഹയർ സെക്കൻഡറി പാസ്സായി പോയെങ്കിൽ എഞ്ചിനീയറും അതിന്മേൽ പാസ്സായവരും ഇന്ന് അവനെ സാറ എന്ന് വിളിക്കുന്ന പൊസിഷനിലായി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ. ദൈവത്തിന് മഹത്വം. അതുകൊണ്ട് ഈ എൻ്റെ വാക്കുകളിലൂടെ അവസാനിപ്പിക്കട്ടെ. പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഭൗതികവും ആത്മീയവും ആയ അഭിവൃദ്ധിക്കും ദേശത്തിൻ്റെ സൗഖ്യത്തിനും ലോകത്തിൻ്റെ ആമേൻ സൗഖ്യത്തിനും വേണ്ടി നമ്മളൊരു പ്രാർത്ഥനാ ജീവിതമുള്ളവരായി ജീവിക്കാം. അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തീകരിക്കുമാറാകട്ടെ. ആമേൻ.